യാഥാർത്ഥ്യത്തിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതോ മാറ്റമില്ലാതെ ദൈവത്തിന്റെ വചനമാകുന്ന സത്യത്തിലാണോ ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മൾ കേട്ടതുപോലെ കർത്താവിന്റെ കരം നിർബന്ധമായി പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങൾ ചെയ്യും, ഭാരപ്പെടരുത്. സോ യാഥാർത്ഥ്യത്തിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്, ദൈവത്തിന്റെ വചനമാകുന്ന സത്യത്തിലാണ്. സോ ദൈവത്തിന്റെ വചനമാകുന്ന സത്യത്തിൽ ആരെല്ലാം വിശ്വസിക്കും, ആരെല്ലാം ആശ്രയിക്കും, അവർ അത്ഭുതങ്ങൾ കണ്ടിരിക്കും. അമേൻ. ഭാരപ്പെട്ടു പോകരുത്. ഇനിയുള്ള എപ്പിസോഡിലും അമേൻ ഇതിന്റെ അടുത്ത തലങ്ങളെ പറ്റി നമ്മൾ ധ്യാനിപ്പാനായി ആഗ്രഹിക്കുന്നു. വിശ്വാസ വീരന്മാർ ഓരോരുത്തരായി എങ്ങനെ ആ ദൈവവചനത്തിൽ ആശ്രയിച്ചു, യേശുവിൽ ആശ്രയിച്ചു എന്നുള്ള അടുത്തുള്ള എപ്പിസോഡ് നിങ്ങൾ കാണുവാൻ കഴിയും. മറക്കാതെ നിങ്ങൾ അടുത്ത ഉള്ള എപ്പിസോഡ് നിങ്ങൾ കാണണം. അമേൻ. ഇതുവരെയും എപ്പിസോഡ്സ് TV പ്രോഗ്രാം കാണാത്ത ആൾക്കാരെ ഇത് പരിചയപ്പെടുത്തുക. അമേൻ. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് പഠിക്കാം, ദൈവവചനത്തിലുള്ള അനുഗ്രഹം പ്രാപിക്കാം. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ദൈവരാജ്യത്തിന്റെ ആനന്ദത്തിൽ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ബൈബിൾ പറഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം അത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷവും അത്രേ. അമേൻ. ആ ദൈവരാജ്യം കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ ജീവിതം ഒരു ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തിൽ നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ട്. ദൈവത്തിന്റെ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? നിങ്ങൾ കുടുംബമായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കരം കൊടുത്ത് പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ കരം കൊടുത്ത് പിടിച്ചാട്ട് ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വെളിപ്പെടാൻ പോകും. സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണഭൂതനായ കർത്താവിന്റെ കരം ഈ നിമിഷം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇതാ വെളിപ്പെടുകയാണ്. തകർച്ചകൾ മാറുന്നു, വേദനകൾ മാറുന്നു, അസ്വസ്ഥതകൾ മാറുന്നു. കാരണം യേശു നിങ്ങളുടെ ഉള്ളിലുണ്ടോ അവിടെ ഇരുളിലിരിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവെ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവവചനം മാറത്തില്ല. അവിടുത്തെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ തിരുവചനത്തിന് മുമ്പാകെ വിധേയപ്പെട്ട് പ്രാർത്ഥനയോട് അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്ന വ്യക്തിയുടെ മേൽ ദൈവിക വിടുതൽ ഇപ്പോൾ വെളിപ്പെടട്ടെ. ദൈവിക സമൃദ്ധി പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ജീസസ്. അവിടുത്തെ മഹത്വം ഇപ്പോൾ ഓരോ കുടുംബങ്ങളിൽ വെളിപ്പെടുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്തു. കർത്താവേ, യാഥാർത്ഥ്യങ്ങളെ കണ്ട് പലപ്പോഴും ഏതോ മേഖലകളിൽ പരാജയപ്പെട്ടു പോയി, ഉയരുവാൻ കഴിയുന്നില്ല, അടുത്ത പടി മുമ്പോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിരോധമായുള്ള കൈരേഖകളെല്ലാം കണ്ട് ഞാൻ തകർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഉള്ളങ്ങളുടെ മേൽ ദൈവശക്തി ഇപ്പോൾ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. അദൃശ്യ മണ്ഡലത്തിൽ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കരം ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലും വെളിപ്പെട്ട് നിൽക്കുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു വണ്ടർഫുൾ ഗോഡ്. നിന്റെ മഹത്വം ഇപ്പോൾ വെളിപ്പെടട്ടെ. ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാകട്ടെ. അവൻ സൃഷ്ടിപ്പിനായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു, കുഞ്ഞുങ്ങളില്ലാതെ ആമേൻ ഹല്ലേലൂയ വിവാഹം കഴിഞ്ഞിട്ട് അനേകം വർഷങ്ങളായ ദമ്പതികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ആ കൃപ ഇതാ വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഇപ്പോൾ വെളിപ്പെടുകയാണ്. ദൈവശക്തി വെളിപ്പെടുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഹന്നായുടെ കണ്ണുനീര് കണ്ട് ആമേൻ ഒരു മകനെ നൽകുക മാത്രമല്ല പ്രവാചകനാക്കി തീർന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ഇതാ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ ഇപ്പോൾ പ്രാപിക്കുക. കുടുംബമായി നിങ്ങളുടെ മേൽ ആ ദൈവശക്തി വെളിപ്പെടുന്നു. താങ്ക് യു വണ്ടർഫുൾ ജീസസ്. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, ചെയ്തിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആമേൻ കർത്താവിന്റെ വാഗ്ദത്ത സന്തതി അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നന്മ ഞങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്യുകയാണ്. ആമേൻ ഹല്ലേലൂയ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഭാരതിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികളെ ഇപ്പോൾ വിടുവിച്ചതിനായി സ്തോത്രം. കിടരോഗികൾ ഇപ്പോൾ എഴുന്നേൽക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. കിടക്കയിലായിരിക്കുന്ന തളർവാദത്താൽ ഇരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. ക്യാൻസർ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മാരകമായ രോഗങ്ങൾ, മരണസംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ ഹല്ലേലൂയ. അങ്ങ് പറഞ്ഞു, നീ മരിക്കയില്ല, ജീവനോടെ യഹോവയുടെ നാമത്തെ പ്രസ്താവിക്കും. ഇപ്പോൾ മരണഭയത്തിൽ ഇരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഞങ്ങൾ അത് യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു, ജീവൻ പ്രഖ്യാപിക്കുന്നു. ക്രൂശിലെ ജീവൻ ഇപ്പോൾ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ചെയ്തതിനായി സ്തോത്രം. മാറായ മധുരമാക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. വാട്ട് എ വണ്ടർഫുൾ ഡേ. എത്ര മനോഹരമായ ഒരു ദിവസം. കർത്താവ് നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റിയിരിക്കുന്നു. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എപ്പിസോഡിൽ കൂടെ ചെയ്തത് അറിയുവാൻ ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ആമേൻ. കർത്താവ് വലിയ ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥന പോരാളികളുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു.
അങ്ങനെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അനേകം വ്യക്തികൾ ഇമെയിലിൽ കൂടി ഫേസ്ബുക്കിലെല്ലാം റിക്വസ്റ്റ് അയക്കുന്നതിലെല്ലാം ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെയും കുടുംബങ്ങളെയും ധാരാളമായി ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ കാണിക്കുന്ന സാമ്പത്തിക കൂട്ടായ്മയ്ക്കുമായി ഒരുപാട് നന്ദി. അതുകൊണ്ടാണ് സുവിശേഷം എത്താത്ത മേഖലകളെല്ലാം സുവിശേഷത്തെ എത്തിക്കുവാൻ കൃപയാൽ സ്വർഗം ഞങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. അനേകം സഭകൾ, അനേകം വിശ്വാസികൾ, പ്രാർത്ഥിക്കുന്ന അമ്മമാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെല്ലാം അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ നിർത്തുന്നത്. പ്രാർത്ഥന നിർത്തുന്നത് നിങ്ങൾ ടീമിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനിയുള്ള ദിവസങ്ങളിലെ മീറ്റിംഗ് ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ബീഹാറിലേക്കും ഉത്തർപ്രദേശിലേക്കും ഡൽഹിയിലേക്കെല്ലാം കടന്നു വരികയാണ്. ഈ സ്ഥലങ്ങളിൽ ടി വിയിൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കാണുമ്പോഴും ആ സ്ഥലങ്ങളിൽ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നിങ്ങൾ അവിടെ കടന്നു വരണം. നമുക്ക് ഒരുമിച്ച് കാണാം, പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിന്റെ ആനന്ദത്തിലായിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സമുദ്രം ജലത്താൽ നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി ദൈവത്തിന്റെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ നിറയപ്പെട്ടിരിക്കും. അതേ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ലവ് ആൻഡ് കമ്പാഷൻ മിനിസ്ട്രിക്ക് നൽകിയ ദർശനപ്രകാരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ 11 മണി വരെ ആത്മീയ ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ 11 മണി വരെ തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്ത് മലങ്കര ഹോട്ടലിൽ വെച്ച് ആത്മീയ യോഗങ്ങൾ നടത്തപ്പെടുന്നു. നിങ്ങൾ കുടുംബമായി കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ആരാധിക്കാം. മറക്കാതെ കടന്നു വരിക ടെന്റ് ഓഫ് ഗ്ലോറി വർഷിപ്പ് സെന്ററിലേക്ക്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. For details, Loco Ministries, PO Box number 2477, Medical College, Trivandrum 11. This program is made possible by generous support of the partners of Love and Compassion Ministries.